അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ക്രോയിസൻറ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഓവണൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഓവണിലും ചെയ്യാം, ഓവണില്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാനത് രണ്ടും കാണിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രോയിസൻറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്രോയിസൻറ്റിന് വേണ്ട മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഈസ്റ്റ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട എടുക്കുന്ന സമയത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട എടുക്കാൻ നോക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആ മുട്ടയും ബട്ടറും നമ്മൾ ഇട്ടിട്ടുള്ള പഞ്ചസാര ഈസ്റ്റ് ഇതെല്ലാം മൈദയിൽ നന്നായിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട്. വാമായിട്ടുള്ള വെള്ളം വേണം ഒഴിക്കാൻ. ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിക്കരുത്, അതുപോലെ തണുത്ത വെള്ളം ഒഴിക്കരുത്. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒരു 100 ml ഒക്കെ മതിയാവും. ഒരുപാട് ഒഴിക്കണ്ട. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലേ നമ്മുടെ ക്രോയിസൻറ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ സൈസ് ആവാനായിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഡബിൾ സൈസ് ആവാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഇതാ നന്നായിട്ട് പൊന്തി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ വെച്ചാൽ മാവ് നന്നായിട്ട് പൊന്തി വരും. ഇനി ഈ മാവ് ഞാൻ ബൗളിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് നീളത്തിലൊന്ന് ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കതൊക്കെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. നമുക്കിതൊക്കെ പരത്തി എടുക്കാനുള്ളതാണ്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പരത്തിയെടുക്കാനായിട്ട് കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് മാവിൻ്റെ എല്ലാ സൈഡിലും ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലുപ്പത്തിലൊന്നും പരത്തിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ ഇങ്ങനെ തന്നെ പരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒരേ വലുപ്പത്തിൽ തന്നെ എല്ലാതും പരത്തിയെടുക്കാൻ നോക്കുക. എന്നിട്ട് വിട്ട് വിട്ട് വെക്കുക. നമുക്കിത് വീണ്ടും പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ പരത്തി വെച്ച ഓരോ മൈദയുടെ ഈ മാവുണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും പരത്തി വെച്ച മാവ് ഓരോന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബട്ടറാക്കി കൊടുക്കുക എല്ലാ സൈഡിലും. അതുപോലെ മൈദയുടെ പൊടി ഇട്ട് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ബട്ടറിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലായാലും മതി. ഓയിൽ എല്ലാ സൈഡിലും ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് അട്ടിയായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഈ മാവൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എല്ലാം പരത്തി അട്ടിയാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. ഇനി നമ്മൾ പരത്തുമ്പോൾ നന്നായിട്ട് വലുപ്പത്തിൽ പരത്തിയെടുക്കണം. അങ്ങനെ ഞാനിത് വലുതായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് ഇതാ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിൽ പരത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ ഓരോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓരോ മാവുണ്ടല്ലോ അതിൻ്റെ ഈ നടുവിലായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ ഇട്ട് കൊടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. എന്നിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ മാവിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് റോളാക്കിയിട്ട് നമ്മൾ ക്രോയിസൻറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ റോളാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. നമ്മൾ ക്രോയിസൻറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൺ ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബേക്കിംഗ് ട്രേ എടുത്തിട്ട് നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ക്രോയിസൻ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിട്ട് വെക്കുക. കാരണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത് ഒന്നുകൂടെ വലിയ സൈസായിട്ട് വരും. അപ്പോൾ ഒട്ടി പിടിച്ച് പോകും ഒരുമിച്ച് വെച്ചാൽ. അപ്പോൾ അതൊന്ന് വിട്ട് വെക്കുന്നുണ്ട്. ഇനി ഗ്യാസിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ കുറച്ചൊന്ന് തൂവി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 ക്രോയിസൻ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസിൽ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് ഞാൻ ഒരു മുട്ടയുടെ മഞ്ഞയും കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിലെല്ലാമായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രോയിസൻ്റ് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടും. നമ്മൾ എല്ലാ ക്രോയിസൻറ്റിൻ്റെ മുകളിലും ആ പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓവൺ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 180 ഡിഗ്രിയിൽ. ഇനി ഇതൊരു 20 മിനിറ്റ് ഞാൻ 180 ഡിഗ്രിയിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓവണിനനുസരിച്ചും ടെമ്പറേച്ചർ മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ എങ്ങനെ ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഗ്യാസിൽ നിന്ന് സ്പീഡ് കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തന്നെ ഇതൊന്ന് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് മേൽഭാഗം കൂടെ ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുക്കാം. അതുപോലെ നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയ ക്രോയിസൻ്റ് ഒക്കെ ഇതാ കറക്റ്റ് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കിയതും റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ഇതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കിയെടുത്തത്. ഓവനിൽ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്രോയിസൻ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതാ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുറം ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ക്രോയിസൻ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളൊക്കെ കണ്ടില്ല, നമ്മളങ്ങനെ പരത്തിയെടുത്ത കാരണം ഉള്ളിൽ ലെയറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഗ്യാസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓവനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു എഗ് യോക്കും കുറച്ച് പാലും ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അത് നമ്മൾ റെഡിയാക്കി വെച്ച ക്രോയിസൻറ്റിൻ്റെ മുകളിലായിട്ടൊന്ന് എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.